ബാലൻസ്ഡ് ആയിട്ട് നോക്കിയാൽ ഇന്നൊരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിൽ അത്ര ആയിട്ടില്ല. ട്രിവാൻഡ്രം സിറ്റിയിൽ ട്രിവാൻഡ്രം സിറ്റിയിൽ ആയിട്ടില്ല. പക്ഷേ ഓവറോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒരു ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് ഐ വെൻറ്റ് ഇൻ ടു ഇൻറ്റീരിയർ ഇടുക്കി, കാന്തല്ലൂർ, അവിടെയൊക്കെ അകത്ത് പോയി നോക്കിയപ്പോൾ അവിടെ ഈവൻ ദ ട്രൈബൽ ഫാമിലീസ് ആർ പേയിങ് 30 rupees പെർ മന്ത്. ആൻഡ് കുടുംബശ്രീക്കാർ പോയി കളക്ട് ചെയ്ത് പോകുന്നുണ്ട്. ആ കുടുംബശ്രീ കളക്ഷൻ അത് ഇസ് എൻ ഇന്നൊവേഷൻ വിച്ച് നീഡ്സ് ടു ബി അപ്ലോഡഡ്. അതിൻ്റെ ഒന്ന് ഇവിടുത്തെ സ്ത്രീകളാണ്, അത് വേറെ നമ്മുടെ വരത്തൻ തൊഴിലാളികളൊന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു മലയാളി സ്ത്രീ ഒരു ചവറ് വാരാൻ പോകുമെങ്കിൽ ഇറ്റ്സ് എ സെൽഫ് ഇതാണ്. അല്ലെങ്കിൽ പോകത്തില്ലല്ലോ, നമ്മുടെ ആൾക്കാർ അങ്ങനെ ഒന്നും പോകത്തില്ല. സോ ഇറ്റ് മീൻസ് ദർ ആർ സം പീപ്പിൾ ഹു നീഡ് ഇൻകം. അവർ പോയി വർക്ക് ചെയ്യുന്നത് ഇറ്റ്സ് വെരി, നമ്മുടെ വീട്ടിലൊക്കെ വന്ന് കണ്ടവർ നമ്മൾ അത്ര ക്ലീനായിട്ടൊന്നും കൊടുക്കാറില്ല. അത് വലിയൊരു നേട്ടമാണ്. അപ്പോൾ നമ്മൾ കേരളം ഒട്ടാകെ പ്രാക്ടിക്കലി ഒരു 70-80% സ്ഥലം ഇനിയും ഒരുപാട് സ്ഥലത്ത് എത്താനുണ്ട്. അങ്ങനെ ആ മോഡൽ ഹാസ് ഹെൽപ്ഡ്. ഒന്ന്, ഇറ്റ് ഇസ് ഹെൽപ്പ് ദ പുവർ. രണ്ട്, ഈ ആളുകൾക്ക് പഞ്ചായത്തിന് ഇത്ര രൂപ കൊടുക്കണമെങ്കിൽ ആരും കൊടുക്കില്ല. അപ്പം അവർക്കൊരു ഫീലിംഗ് ദാറ്റ് ദേ ആർ ഹെൽപ്പിങ് എ ഫെലോ ഹ്യൂമൻ ബീയിങ്, അതും വന്നിട്ടുണ്ട്. പിന്നെ ഈ സ്ത്രീകൾ ദേ ആർ ഡൂയിങ് റീസണബിൾ. പക്ഷേ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇഷ്യൂ ആയത് ഞാൻ അതൊരു വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ യു റേസ്ഡ്. somehow I think it was in 2018 or 19 ഈ ഹരിത കേരളം മിഷനും എല്ലാം ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്ത് 2016 ലോഞ്ച് ചെയ്തത്. അത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും. നന്നായി മീൻസ് ആസ് ഫാർ ആസ് ഗവൺമെൻറ് സ്കീംസ് ഗോ സെറ്റപ്പ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സഡൻലി somebody came out the idea of centralized waste management, which was approved by the top policy makers. അത് we lost about 1 or 2 years. അത് കഴിഞ്ഞ് കോവിഡും വന്നു. അതൊരു ക്രിട്ടിക്കൽ ലോസ് ആയിരുന്നു. ഇതിൻ്റെ മൊമെൻറ്റം വരുമ്പോൾ ഈ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അത്ര എളുപ്പമാണ്. ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ക്യാൻ ഡു ഇറ്റ് ടെക്നിക്കലി. നമ്മുടെ വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയി somebody has to pay for it. എടുത്തുകൊണ്ട് പോയി ഒരാൾ നല്ല ലോറി കൊണ്ടുപോകണമെങ്കിൽ കൂടുതൽ കോസ്റ്റാണ്. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് അതിനേക്കാളും കേരളത്തിൻ്റെ നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സ്പിൽ ഓവർ മോഡൽ. ഇറ്റ്സ് നോട്ട് ഐഡിയലിസ്റ്റിക്. നമ്മുടെ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും, നെയ്ബർഹുഡിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യും. ദാറ്റ് ഹസ് ടു ബി റിയലി. അന്ന് ഈ ഹരിത കേരളം മിഷൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് മണിക്കൂറുകൾ ചിലവഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന കാര്യം ഇപ്പം ഈ ചില സ്ഥലങ്ങളിൽ ഒന്നും കാണില്ല, ഒരു വെളിയിൽ ഒരു ചെറിയ സാധനം പോലും കാണില്ല. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ നോക്കില്ല. അപ്പോൾ ഈ സ്പിൽ ഓവർ മോഡൽ എന്ന് വെച്ചാൽ എവിടെ വെച്ച് എത്ര ട്രീറ്റ് ചെയ്യുമ്പോൾ പോയിട്ട് അവസാനം ചില ഏരിയാസിൽ യു നീഡ് ഒരു വലിയൊരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി. അങ്ങനെ ഒരു മോഡലാണ് സ്ട്രക്ചർ ചെയ്തത്, വിച്ച് ഇസ് ഡൂവബിൾ. അത്ര ഡിഫിക്കൽട്ടൊന്നുമല്ല. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് മോഡൽ വന്നപ്പോൾ ഭയങ്കര everything got distracted. പിന്നെ they realized that centralized model ഭയങ്കര ലോക്കൽ റെസിസ്റ്റൻസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇറ്റ് ഇസ് മൈ ഫീലിംഗ് ഇസ് ഈ നോട്ട് ടോട്ടലി ഡീസെൻട്രലൈസ്ഡ്. ഈ സ്പിൽ ഓവർ മോഡൽ എൻ്റെ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ അടുത്ത വീട്ടിൽ ചെയ്യാൻ പറ്റാത്തത്. ആ സ്പിൽ ഓവർ മോഡൽ ആണ് വയബിൾ. ഇല്ല, അതുപോലെ കളയാനുള്ള ഒരു സ്ഥലം ഉണ്ടാകില്ല. അപ്പൊ ഇത്തരം സാധനങ്ങൾ നമ്മുടെ സിറ്റിയിൽ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഈ വേസ്റ്റ് എടുക്കുന്ന പ്രൊഫഷണൽ സ്ത്രീകൾ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു സിറ്റിയിൽ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് വഞ്ചിയിലാണെങ്കിൽ അവിടെ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടി ഇട്ട് അവിടെ ഇട്ട് പ്ലാസ്റ്റിക് കത്തിക്കുക ഒക്കെ ചെയ്യും. ഇതാണ് ഇതിൽ വരുന്ന ഒരു ഇഷ്യൂ. അത് എങ്ങനെയാണ് നമ്മൾ ഇത് അൾട്ടിമേറ്റ്ലി സസ്റ്റൈനബിളായിട്ട് ചെയ്യണമെങ്കിൽ വേസ്റ്റ് സെഗ്രിഗേഷൻ വേണം. അത് തുടങ്ങിയതാണ്, ഇവിടെ തുടങ്ങിയിട്ട് നിന്നുപോയി. അതിന് ഒരുപാട് വേസ്റ്റ് കളക്ട് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഡിസിപ്ലിൻ വേണം. നമ്മൾ വീട്ടിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കണം. പക്ഷേ വൺസ് സെഗ്രിഗേറ്റ് ചെയ്ത് തുടങ്ങിയാൽ ആളുള്ളത് ചെയ്തോളൂ. ഇറ്റ്സ് നോട്ട് ഡിഫിക്കൽട്ട്. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൽട്ട്. നമ്മൾ ഒരു ബുദ്ധിമുട്ടും എക്സ്ട്രാ വർക്ക് ചെയ്യണം, പക്ഷെ തുടങ്ങണം. അത് അപ്പോൾ ഈ സെഗ്രിഗേറ്റ് വേസ്റ്റ് ഇല്ലാത്ത കാലം വരെ ഈ പ്രശ്നം ഉണ്ടാവും. കളക്ട് രണ്ടാമത് ഡീസെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. ഇല്ല, അല്ലാതെയും കളക്ട് ചെയ്തിട്ട് പോകുന്നു. രണ്ടും കൊണ്ടുപോകുന്നു ചിലർ. പിന്നെ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ കുറേ കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാൻ ഒക്കില്ല. പക്ഷേ ഒരു വീട്ടിൽ അടുക്കളയിൽ തന്നെ ഒരു ഇത് വെച്ചിട്ട് ഫുഡ് വേസ്റ്റ് ഒരു സ്മെല്ലും ഇല്ലാതെ വിത്തിൻ യുവർ കിച്ചൺ ഓർ ഈവൻ ഡൈനിങ് റൂം യു ക്യാൻ ഡു ഇറ്റ്. ബട്ട് യു നീഡ് എ സ്റ്റഡി സപ്ലൈ ഓഫ് ദറ്റ് ഇനോക്കുലം. അത് കറക്റ്റായിട്ട് 15 ദിവസത്തിന് വന്നില്ലെങ്കിൽ ഇല്ല പുഴു വരും. ഇതൊക്കെ ഇടയ്ക്ക് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നു.
2015 ഞാൻ നോക്കിയത് അന്ന് നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് അത് ബ്രേക്ക് വന്നു. ഇതെല്ലാം ഇങ്ങനെ വളരെ ഒരു പ്ലാൻഡായിട്ട് കുടുംബശ്രീയുടെ ഒരു വർക്കായിട്ട് ചേരുന്നതാണ്. ഞാനിപ്പോഴും റിക്കോൾ ചെയ്യുന്നത് 2004 ആണെന്ന് തോന്നുന്നു. അന്ന് മിസ്റ്റർ ജയൻ ബാബു വാസ് ദ മേയർ ഓഫ് ട്രിവാൻഡ്രം. ഈ ഐഡിയ അന്ന് ആരും നടക്കുമെന്ന് വിചാരിച്ചില്ല. ഈ ലിസൺ ടു സം പീപ്പിൾ ആൻഡ് ഈ വീട് പോയി കളക്ട് ചെയ്യുക. അന്ന് 50 രൂപ എന്നൊക്കെ ഒരുപാട് വലിയ റെസിസ്റ്റ് ചെയ്തത് പൈസക്കാരാണ്, ഇതൊന്നും തരാമാകില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സർപ്രൈസിംഗ്ലി അത് ചെയ്തു. പിന്നെ ഒരു അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻറ്റ് ഉണ്ടായത്, ഇൻസിഡൻറ്റ് എന്ന് പറയാൻ പോകില്ല, അൺഫോർച്ചുനേറ്റ് സംഭവം ഉണ്ടായി. ഈ വിളപ്പിൽ ശാലയുടെ ഇഷ്യൂ ആണ്. വിളപ്പിൽ ശാലയിൽ ആക്ച്വലി അത് എല്ലാവരും ഒരുപാട് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തു. അതൊന്നും ഇസ് ആക്സിഡൻറ്റിൽ വളരെ മോശപ്പെട്ട ഇതാണ്. ഒരു ഹ്യൂമൻ ബീങ്ങിനോട് ജീവിക്കാനൊക്കെ ഇല്ല. ഈ കൊണ്ടുവന്നവർ വേണമെന്ന് പറഞ്ഞതിനെ ഇതായിട്ട് എല്ലാം ഇറ്റ്സ് എ വെരി ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ അന്ന് ഐ റിമെമ്പർ 2010 എങ്ങാണ്ട് എവരിബഡി വെൻ സം ബെസ്റ്റ് എക്സ്പേർട്സ് ഇൻ ദ കൺട്രി വെൻ ആൻഡ് സോ വിളപ്പിൽ ശാല. അപ്പോൾ അവർ പറഞ്ഞ് അന്ന് വിളപ്പിൽ ശാലയിലെ ലാൻഡ് വാസ് ത്രോ അവേ പ്രൈസ്. ആ ലാൻഡ് ഗവൺമെൻറ് എടുത്താൽ ഒരു സ്മെല്ലും ഒരിക്കലും വരില്ല. സോ ഒരു അൺയൂഷ്വൽ ഡിസിഷൻ വാസ് ടേക്കൻ. 100 acres ഓഫ് ലാൻഡ് അത് ഉണ്ടായിരുന്നു നമ്മുടെ എസ്റ്റേറ്റും അതുപോലെ സ്ഥലമൊക്കെ, വിച്ച് വി വിൽ ജസ്റ്റ് വാണ്ട് ടു സെൽ ഓഫ്. 100 acres ഗവൺമെൻറ് എടുക്കാം. ഗവൺമെൻറ് ഓർഡർ വാസ് ഇഷ്യൂഡ്. അത് ഇഷ്യൂ ചെയ്ത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് കോർപ്പറേഷൻ അത്ര പൈസ ഉണ്ടാവില്ല, അത് ഡിസൈഡ് ചെയ്തപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഇംപ്ലിമെൻറ്റഡ്. അതെങ്ങനെയാണെന്നുള്ളത് ഇറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കേസ് സ്റ്റഡി ആയിരിക്കും. എന്തുകൊണ്ട് ചെയ്തില്ല, ആരും പുഷ് ചെയ്തില്ല. 2010-11 ഗവൺമെൻറ് ചേഞ്ച് ഓവറിന് തൊട്ട് മുമ്പാണ് ഈ ഗവൺമെൻറ് ഓർഡർ ഇഷ്യൂ ചെയ്തത്. ഉദ്യോഗസ്ഥ തലത്തിലും പൊളിറ്റിക്കൽ തലത്തിലും എല്ലാവർക്കും നോബഡി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പുഷിങ് ഗെറ്റിംഗ് 100 crores. പിന്നെ നൗ യു ഹാവ് ടു ഡു ആൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. ആ ലാൻഡ് ഇപ്പോൾ ആരുടെ കയ്യിലിരിക്കുകയാണ്. 100 acre എടുക്കാൻ ഉദ്ദേശിച്ച ലാൻഡ് അൾട്ടിമേറ്റ്ലി ഇറ്റ് വെൻറ്റ് ഇൻ ടു സം പ്രൈവറ്റ് കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ്. റിയൽ എസ്റ്റേറ്റ്. ഇനി അത് അങ്ങനെ ഇപ്പം മേയർ പറയുന്നു സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് വേണം. അത് എവിടെ കിട്ടും ഇനി? അതൊരു ഇറ്റ് വാസ് ദെയർ. ഞാനന്ന് അവിടുത്തെ പീപ്പിളുമായിട്ട് സംസാരിച്ചു. പഞ്ചായത്തുകാരൊക്കെ അജിറ്റേഷനൊക്കെ വന്നിരുന്നു. അത് 100 acre എടുത്താൽ ഒരു സ്മെല്ലും വരില്ല, എന്ത് ചീഞ്ഞിട്ടാലും സ്മെല്ല് വരില്ല. പിന്നെ കൊണ്ടുപോകുന്നത് കോർപ്പറേഷന് കുറച്ചുകൂടെ നല്ല ലോറിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി വേണം, ബട്ട് നോട്ട് എവറി ബിറ്റ് ഓഫ് വേസ്റ്റ് വിൽ ബി ടേക്കൺ ദെയർ. ഇനി ഇറ്റ്സ് അപ്പോൾ ഇവിടെ വന്നുകൊണ്ട് തൃശ്ശൂർ, ലാലൂർ, ഈ സമരം എല്ലാ സ്ഥലത്തും ഇവിടെ സമരം വന്നു. സമരം വന്നപ്പം അന്നത്തെ CM അനൗൺസ് ദറ്റ് ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്യും എന്ന് അനൗൺസ് ചെയ്തു. എറണാകുളത്ത് വന്ന്, തൃശ്ശൂർ വന്ന്, തലശ്ശേരി വന്ന്, അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഇതാണ്. അതില്ലാതെ പറ്റത്തില്ല. ഒരു സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, നോട്ട് ദറ്റ് എവറി വേസ്റ്റ് വിൽ ഗോ ടു ദ സെൻട്രലൈസ്ഡ്. സെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. ഇൻഫാക്ട് ഡ്യൂറിങ് ദി ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോൾ ഒരു പ്രൈവറ്റ് ഓൺട്രപ്രനർ, മലയാളിയാണ്, അയാൾക്ക് ഒരു ടെക്നിക്കൽ നോ ഒക്കെ ഉണ്ട്. അതാണ് അയാൾ ബ്രഹ്മപുരത്ത് എടുത്ത് ഈ സെയിം പ്രിൻസിപ്പിൾ തുടങ്ങി. ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ്, ദോ ഇറ്റ്സ് എ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻ ബിറ്റ്വീൻ സാറിന്റെ സെൻട്രൽ ഡെപ്യൂട്ടേഷൻ പഞ്ചായത്ത് രാജ് റൂറൽ ഡെവലപ്മെന്റ് സെക്രട്ടറി ആയിട്ട്, അപ്പൊ അന്ന് പവർ കോറിഡോഴ്സിലുള്ള ഒരു സംസാരം എന്ന് വെച്ചാൽ ആ പോസ്റ്റിൽ ഇതുവരെ ഇരുന്നിട്ടുള്ളതിൽ ഏറ്റവും അനുയോജ്യനായ സെക്രട്ടറി എന്ന് പറയായിരുന്നു. സാറിന് പേഴ്സണലി താല്പര്യമുള്ളത് കൊണ്ടും ആ ഒരു ടെന്യൂർ ഭയങ്കര സംഭവബഹുലമായിരുന്നു പല റീസൺസ് കൊണ്ട്. അതിലൊന്ന് നരേഗ, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് നരേഗ സർവൈവ് ചെയ്തത് സാർ അവിടെ ഇരുന്നത് കൊണ്ട് മാത്രമല്ല. എന്താണ് അതിന്റെ ഒരു ഇല്ല, ഒന്ന് ഐ ഹാഡ് എ വെരി റെയർ ഫോർച്യൂൺ ഓഫ് ബീങ് കോൾഡ് ടു ഡൽഹി. അങ്ങനെ വിളിക്കാറില്ല. അഫ്കോഴ്സ് ഇറ്റ്സ് നോട്ട് ഡൽഹിയിലൊരു ഗ്ലാമറസ് ഡിപ്പാർട്ട്മെൻറ്റും നോട്ട് സോ ഗ്ലാമറസും ഉണ്ട്. അപ്പോൾ ഗ്ലാമറസ് എന്ന് വെച്ചാൽ എക്കണോമിക് അഫയേഴ്സ്, അങ്ങനെ വെരി പവർഫുൾ, ഹോം ഫിനാൻസ് ഒക്കെയാണ്. ഈ റൂറൽ ഡെവലപ്മെൻറ്റ്, പഞ്ചായത്ത് രാജ്, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഒന്നും അത്ര ഇല്ല. ഇറ്റ്സ് അപ്പോൾ അന്ന് ജയറാം രമേശ് സാറെ എന്നെ വിളിച്ച്, യു കം, ഐ വിൽ ടേക്ക് യു എസ് മൈ അഡീഷണൽ സെക്രട്ടറി. സോ ഇമ്മീഡിയറ്റ്ലി ഞാൻ അപ്ലൈ ചെയ്തു. ആൻഡ് ഐ മസ്റ്റ് ഓൾസോ സേ, അതോ നിങ്ങൾ എങ്ങനെ ഇടുമെന്ന് എനിക്കറിയില്ല, പുട്ട് ഇറ്റ് വെരി ഡിപ്ലോമാറ്റിക്കലി, ഐ വാസ് സ്മോക്ഡ് ഔട്ട് ഓഫ് കേരള. സ്മോക്ഡ് ഔട്ട് ഓഫ് കേരള. ഐ ഡിഡ്ന്റ് വോണ്ട് ടു ലീവ് കേരള. മൈ ഫാദർ വാസ് 80. അപ്പോൾ ഞാനങ്ങനെ എനിക്ക് വിട്ടിട്ടൊന്നും പോകാൻ, എനിക്ക് ഐ എൻജോയ്ഡ് കേരള. 2011 ഗവൺമെൻറ് മാറിയപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാരാണ്, പൊളിറ്റിക്കലാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. കുറേ ഉദ്യോഗസ്ഥന്മാർ, അത് നോട്ട് വെരി ഹൈ ലെവൽ ഉദ്യോഗസ്ഥന്മാർ, അവർ ദേ മാനേജ് ടു കൺവിൻസ് സം പൊളിറ്റീഷ്യൻസ്, നോട്ട് ഓൾ പൊളിറ്റീഷ്യൻസ്, ദാറ്റ് ഐ ആം എ മാർക്സിസ്റ്റ്. കോൺഗ്രസ് വരുമ്പോൾ മാർക്സിസ്റ്റ് എന്ന് പറയും, ലെഫ്റ്റ് വരുമ്പോൾ ഞാൻ ഐസക്കിൻ്റെ ആളാണെന്ന് പറയും. ബി ജെ പി എടുത്ത് ഡൽഹിയിൽ പോയി പറഞ്ഞാൽ ഞാനൊരു ജോലവാല ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞു. സോ അത് ആൾക്കാരെ ദേ വിൽ ഗിവ് യു ഡിഫറെൻറ്റ്, എന്താണ് വാട്ട് അട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ദേ വിൽ ഗിവ് യു ദറ്റ് തിങ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ലൈഫ് വളരെ ഒരു ഡിഫിക്കൽട്ട് ഇയർ.
സർ അന്ന് ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നില്ല? ഞാൻ അന്ന് LSG വിട്ടിട്ട് ഐ ഓപ്റ്റഡ് ടു ഗോ ടു IMG. IMG അങ്ങനെ IMG ഇപ്പോൾ ആളില്ലാതെ പോസ്റ്റിംഗ് റിട്ടയർഡ് പീപ്പിൾ. അപ്പം അന്ന് ഞാൻ എഗ്രി ടു ഗോ ടു IMG ഫുൾ ടൈം. ഉമ്മൻചാണ്ടി സാറെടുത്തു ഞാൻ ഇപ്പോൾ ചോദിച്ചു പോയതാണ്, ഞാൻ ഇരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നെ IMGയിലും എന്നെ ആൾക്കാർ ഉപദ്രവിച്ചു തുടങ്ങി. ഉപദ്രവിച്ചു ഇൻ ദ സെൻസ് ദേ മേക്ക് ലൈഫ് അൺകൺട്രോളബിൾ, ദാറ്റ് ഈ സിഗ്നൽസ് തരും ദാറ്റ് യു ആർ നോട്ട് വാണ്ടഡ്. അപ്പം ഇങ്ങനെ അപ്പോൾ എൻ്റെ പേരൻസ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഇത് സഫർ ചെയ്തിട്ട് ഇവിടെ ഇരിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, യു ഗോ. അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞ് ഡോണ്ട് വറി, ഐ വിൽ ലുക്ക് ആഫ്റ്റർ യുവർ പേരൻസ്, ഐ ഡോണ്ട് വോണ്ട് ടു കം ടു ഡൽഹി. അങ്ങനെ ഞാനൊരു റിസ്ക് എടുത്ത് പോയി. ബട്ട് ദാറ്റ് വാസ് വൺ ഓഫ് മൈ ബെസ്റ്റ് 10 years ഇൻ മൈ കരിയർ. അത് 2 years വർക്കിംഗ് വിത്ത് മിസ്റ്റർ ജയറാം രമേശ്. ഒരു ഫോർച്യൂണാണ്. ഇറ്റ്സ് ലൈക്ക് വർക്കിംഗ് വിത്ത് മിസ്റ്റർ ആൻ്റണി. മിസ്റ്റർ ആൻ്റണി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയും റൂൾ ബേസ്ഡ് ഇത്. ജയറാം രമേശ് ഈസ് ഇൻ്റലക്ച്വൽ, ഈസ് പ്രോബ്ലി മച്ച് ബിഗർ ഇൻ്റലക്ച്വൽ ദൻ യു ആർ. അപ്പോൾ യു ഗെറ്റ് ഇൻ ടു എ ഹൈ ലെവൽ ഡിസ്കഷൻ വിത്ത് ഹിം, നോട്ട് ദ യൂഷ്വൽ ഫയൽ ഡിസ്കഷൻ, ഈ റൂൾ ഉണ്ടോ ഇല്ല എന്നുള്ള ഒരു ഫിലോസഫി ഓഫ് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. അപ്പം ഏകദേശം മിക്ക കാര്യങ്ങളിലും പുള്ളി ഭയങ്കര ഇംപ്രോംപ്റ്റീവ് ആണ്. ഐ നെവർ യൂസ്ഡ് മൊബൈൽ ടിൽ ദെൻ. പക്ഷേ ഹീ സെൻസ് എൻ SMS at 8:30 saying meet me at 8:50. അപ്പോൾ അതുകൊണ്ട് ഞാനിത് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മിനിസ്റ്റർ വിളിച്ചാൽ പോകണമല്ലോ. ആ സെൻസ് ഇമെയിൽ വിളിച്ചിട്ട് ഹൈ ലെവൽ ഡിസ്കഷൻ. ട്രസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മളെ ട്രസ്റ്റ്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പേഴ്സൺ കംസ് ഹിയർ, ഹി ഹാസ് ടു ടെൽ ദ ഗവൺമെൻറ് ഇത് ചെയ്യാൻ നടക്കും, നിങ്ങൾ തന്നാൽ അവിടെ നടക്കില്ല എന്നുള്ളത് പറയണമല്ലോ. അപ്പം മിനിസ്റ്റർ നമ്മളും ഒരു ട്രസ്റ്റും വേണം. എന്തായിരിക്കണം വാട്ട് ഇസ് പോളിസി ഓഫ് ഗവൺമെൻറ്, ആൻഡ് മിനിസ്റ്റർ ഓൾസോ ടേക്ക് സം ടഫ് ഡെസിഷൻസ്. അത് ഇറ്റ്സ് വെരി ക്ലിയർ. അപ്പം ഏത് സ്റ്റേറ്റിൽ പോയാലും ഐ വാസ് ഓൾസോ അഡീഷണൽ സെക്രട്ടറി. പക്ഷേ നമുക്ക് ചില ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോളിസി പറയാം. ദെൻ ഹി വാസ് ടോട്ടലി എന്താ പറയുക, സുപ്രാ പാർട്ടി പൊളിറ്റിക്കൽ. ഹി വാസ് എ കോൺഗ്രസ്മാൻ ഓബ്വിയസ്ലി. അപ്പോൾ അന്ന് ഇപ്പം ജാർഖണ്ഡ്, മമത വാസ് നോട്ട് ഈവൻ ഓൺ ടോക്കിംഗ് ടേംസ് വിത്ത് ദീസ് പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ജയലളിത വാസ് നോട്ട് ഓൺ ടോക്കിംഗ് ടേംസ് വിത്ത് ദീസ് പീപ്പിൾ. പക്ഷേ തമിഴ്നാട്ടിന് കിട്ടേണ്ടത് കിട്ടും. ആൻഡ് ഈവൻ ഔട്ട് ഓഫ് ദ വേ ഇഫ് ദർ ഇസ് എ ജെനുവിൻ നീഡ് ഹി സേസ് യു ഗോ ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പം ഞങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് അങ്ങനെ ഒരു കൾച്ചറിലാണ് വന്നത്. ഏത് സ്റ്റേറ്റിൽ പേരോ പാർട്ടിയോ അറിയണ്ട, ആ സ്റ്റേറ്റിൻ്റെ ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക. വെസ്റ്റ് ബംഗാൾ ഇപ്പം ഞാൻ ഓർക്കുന്നത്, വെസ്റ്റ് ബംഗാൾ ഗോട്ട് ഇൻ ടു എ സീരിയസ് ഒരു മഡിൽ ഡ്യൂ ടു ഈ IT നരേഗയുടെ IT ഉണ്ടാക്കുന്നത് ദേ ഗോട്ട് ഇൻ ടു മഡിൽ. അപ്പം ജയറാം രമേശ് സാർ വിളിച്ചിട്ട് അവിടുത്തെ വെസ്റ്റ് ബംഗാൾ റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ, ഹി വാസ് എ ഫോമർ മേയർ ഓഫ് കൽക്കട്ട, പേര് പെട്ടെന്ന് ഇപ്പം മരിച്ചുപോയി അദ്ദേഹം വന്നു. അദ്ദേഹം യു ജസ്റ്റ് ടോക്ക് ടു ഈച്ച് അതർ, സോർട്ട് ഇറ്റ് ഔട്ട് എന്ന് 2 പേരുടെ മുമ്പ് വെച്ച് പറയുകയാണ്. അപ്പം നമ്മളൊരു ക്രിയേറ്റീവായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തും. സോ വർക്കിംഗ് വിത്ത് വാസ് ഫാബുലസ് 2 years. ദെൻ ഗവൺമെൻറ് ചേഞ്ച്ഡ്. 1 year I was in rural development still. And luck ഉണ്ടായത് we had one Haryana person, Chaudhry Birendra Singh. He was a congressman even during 2014. പിന്നെ ഡിഫെക്റ്റ് ചെയ്ത് ഇവിടെ വന്നതാണ്. അപ്പം ഹീ ഡിൻറ്റ് ഹാവ് എനി വിസറൽ ഹേറ്റ്രഡ് ടുവേർഡ്സ് നരേഗ. അത് ലക്കി തിങ് ആണ്. അപ്പോൾ നരേഗയെ പൊളിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു. BJP പാർട്ടിയിൽ ജോയിൻ ചെയ്ത ആളാണ്. സോ ഹീ ഗേവ് എസ് ലോട്ട് ഓഫ് ഫ്രീഡം ടു ഈ നരേഗയെ പഴയ രീതിയിലല്ല. ഞങ്ങൾക്ക് വി വാണ്ട് എ നരേഗ വിത്ത് എ ഡിഫറൻസ്. ആക്ച്വലി നരേഗ ക്യാൻ ബി ഈവൻ ഇംപ്രൂവ്ഡ്. അതിലാണ് ഈ ബ്യൂറോക്രാറ്റിക് ഫ്രീഡം കിട്ടുന്നത്. യു ക്യാൻ കിൽ നരേഗ, സൈഡ് മന്ത്രിക്ക് ഇഷ്ടമല്ല. ഇത് മന്ത്രി പറഞ്ഞ് നന്നാക്കി താന്ന് വെച്ചാൽ വി ക്യാൻ ഈവൻ ഇംപ്രൂവ് ഇറ്റ്. അപ്പം ഐ ഹാഡ് എ കൊളീഗ്, ആക്ച്വലി ഹിസ് കോൺട്രിബ്യൂഷൻ മോർ, ഒരു റെഡ്ഡി സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ട് ഹി വാസ് എ ജോയിൻറ്റ് സെക്രട്ടറി, ഐ വാസ് അഡീഷണൽ സെക്രട്ടറി. സോ ഞങ്ങൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ഒരുപാട് സമയമൊക്കെ ചിലവഴിച്ച് അൾട്ടിമേറ്റ്ലി മിനിസ്റ്ററുടെ അപ്രൂവലാണ് ന്യൂ ഗവൺമെൻറ്. അപ്പം മിനിസ്റ്ററിൻ്റെ അപ്രൂവലൊക്കെ ചെയ്ത് കഴിഞ്ഞു. ബട്ട് നരേഗ വാസ് നോട്ട് കിൽഡ്, ദോ ഇറ്റ് വാസ് കിൽഡ് നൗ. അന്ന് കൊന്നില്ല. അന്ന് എല്ലാവരും എക്സ്പെക്റ്റഡ് ഇറ്റ് വിൽ ബി കിൽഡ്, നോട്ട് ഡ്യൂ ടു അവർ സ്കിൽ ബട്ട് സംഹൗ ഇറ്റ് സർവൈവ്ഡ്. നരേഗയിൽ ഒരു സെൻസ് ഉണ്ട്, അത് ഇന്നെ ചെയ്യാൻ പറ്റുമെന്നൊരു ഇത് വന്നു. സോ പിന്നെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്, അതൊരു റെയർ ഓപ്പർച്യൂണിറ്റിയാണ്. ഐ വാസ് റൂറൽ ഡെവലപ്മെൻറ്റ് സെക്രട്ടറി ആൻഡ് മൈ മിനിസ്റ്റർ ഓൾസോ സെഡ് ഞങ്ങളുടെ സെക്രട്ടറി പെട്ടെന്ന് ഹോം സെക്രട്ടറി ആയി പെട്ടെന്ന്. സോ അപ്പം ദ വേക്കൻസി ഫെൽ ആൻഡ് ഐ വാസ് സ്പെഷ്യൽ സെക്രട്ടറി. ഐ വാസ് എംപാനൽഡ് ആസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സെക്രട്ടറി. അപ്പം എൻ്റെ മിനിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളായിരിക്കും അടുത്ത റൂറൽ ഡെവലപ്മെൻറ്റ് സെക്രട്ടറി. അപ്പം റൂറൽ ഡെവലപ്മെൻറ്റിൽ എനിക്ക് ഇൻസൈഡ് ഔട്ടായിട്ട് അറിയാം. അങ്ങനെ ഇരുന്നപ്പോൾ ഐ വാസ് നോട്ട് പോസ്റ്റഡ് ആസ് റൂറൽ ഡെവലപ്മെൻറ്റ് സെക്രട്ടറി ആൻഡ് ഐ വാസ് പോസ്റ്റഡ് ആസ് എ പഞ്ചായത്ത് രാജ് സെക്രട്ടറി. അത് ലക്കാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് വെച്ചാൽ ആരും പോകാത്തൊരു വകുപ്പാണ്. കാരണം അവർക്ക് പഞ്ചായത്ത് രാജ് അറിഞ്ഞുകൂടാ അവിടെ ഉള്ളൂ, അതുകൊണ്ടാണ്. ആൻഡ് ദ ബഡ്ജറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് വാസ് കട്ട് ഫ്രം 8,000 crores to 90 crores, 90. ഒരു കേന്ദ്ര മന്ത്രിസഭ കേന്ദ്ര ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് എ സെക്രട്ടറി, 2 additional secretaries,
3 joint secretaries. It's a relatively not a small department. 90 crore. 90 crore വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യു കുഡ് ഡു നത്തിങ്. ഇവിടെ ഒരു കളക്ടർക്ക് 90 crore കാണും. ഈവൻ അന്ന് ഒരു ബ്ലോക്കിന് 90 crore ഉണ്ട് ഈ നക്സൽ ഏരിയാസിലൊക്കെ. അപ്പം ടോട്ടലി എല്ലാവരും ഡീമോറലൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ശാരദ വാസ് മൈ ജോയിൻറ്റ് സെക്രട്ടറി കേരളത്തിൽ. ദെൻ ഒരു അഡീഷണൽ സെക്രട്ടറി ഉണ്ടായിരുന്നു. നല്ല ഒരു ഭയങ്കര ടീമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഞങ്ങൾ ഇറ്റ് ലുക്ക് ലൈക്ക് ഒരു ഫ്യൂണറൽ അറ്റ്മോസ്ഫിയർ. 90 കോടിയിൽ എന്ത് ചെയ്യും? ഞാനവിടെ ചാർജ് എടുക്കാൻ പോകുമ്പോൾ എല്ലാവരും ഒരു ഇത്. ദെൻ വി യൂസ് ടു ഹാവ് ഇതേപോലെ ഒരു മേശയെ ചുറ്റി, അത് എൻ്റെ പ്രെഡിസസർ സ്റ്റാർട്ട് ചെയ്താണ്. വി യൂസ് ടു ഹാവ് വീക്ക്ലി മീറ്റിംഗ്സ്, നോട്ട് സ്ട്രക്ചേർഡ് മീറ്റിംഗ്സ്. ചുമ്മാ വന്ന് പല കാര്യങ്ങൾ ഇത്. ദെൻ അൾട്ടിമേറ്റ്ലി യു സേ ദീസ് ആർ ദ 5 things വിൽ ഡു. ആൻഡ് ദെൻ ദാറ്റ്സ് റിവ്യൂഡ് നെക്സ്റ്റ് ടൈം. അഗെയിൻ യു ചാറ്റ്, ഒരുപാട് ഗോസിപ്പും എല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. സോ ആ മീറ്റിങ്ങിൽ വി ഹിറ്റ് അപ്പോൺ. പിന്നെ ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നല്ലോ, ഞങ്ങളെ ഒതുക്കി വേണ്ടാവുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ലേറ്റർ ഐ കെയിം ടു നോ ദാറ്റ് സംബഡി ഹാഡ് ഗോൺ ആൻഡ് ടോൾഡ് ദ പവേഴ്സ് ദാറ്റ് ബി ദാറ്റ് ഐ എം എ ജോലവാല ആക്ടിവിസ്റ്റ്. that's something which is hated more than if they had said I am a congressman. They would have said, okay, ഇയാൾ കോൺഗ്രസിനെ അവിടെ സപ്പോർട്ട് ചെയ്യും, ഇപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. ജോലവാല ആക്ടിവിസ്റ്റ് ആണെങ്കിൽ പോക്കാണ്. അപ്പോൾ സോ അതായിരിക്കണം ദ റീസൺ വൈ ഐ വാസ് ഗിവൺ പഞ്ചായത്ത് രാജ്. പക്ഷേ അത് ഗോഡ് സെൻഡ് ആണ്. റൂറൽ ഡെവലപ്മെൻറ്റേക്കും ചെയ്യാൻ ഒക്കത്തില്ല, ബിക്കോസ് അതൊരു സ്ട്രക്ചേർഡ് ഡിപ്പാർട്ട്മെൻറ്റാണ്. 50-60 വർഷമായിട്ടുള്ള. അപ്പോൾ യു കാൺ ഇന്നോവേറ്റ് ഇൻ. ആൻഡ് എനിക്ക് കേരളത്തിൽ വന്ന ചീഫ് സെക്രട്ടറി റിട്ടയർ ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം. ഞാൻ തിരുവനന്തപുരംകാരനാണ്. അച്ഛനമ്മ ഗവൺമെൻറ് ഇരുന്നാണ്. ദാറ്റ് ഇസ് എ പേഴ്സണൽ തിങ്. സോ ഇത് ചെയ്തപ്പോൾ ഞങ്ങളിരുന്ന് ആലോചിച്ച് എന്ത് ചെയ്യണം. ഇൻ എ സെൻസ് ഒരു ജാപ്പനീസ് കൈൻഡ് ഓഫ് പ്രൊട്ടസ്റ്റ് പോലെയാണ്. സോ വി ഷുഡ് ഷോ ദാറ്റ് വി ആർ റെലവൻറ്റ്, അവർ ഡിപ്പാർട്ട്മെൻറ്റ്. ഭയങ്കരമായിട്ട് എല്ലാവരും എങ്ങനെ വർക്ക് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. ടീം ആരെന്ത് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റത്തില്ല. വി വെൻ ടു എവറി സ്റ്റേറ്റ്. ആൻഡ് സ്റ്റേറ്റിൽ പോയി ഞങ്ങൾ പ്രസൻറ്റേഷൻ നടത്തും. മറ്റേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വരുമ്പോൾ ഇവിടുത്തെ ചീഫ് സെക്രട്ടറിയാണ് പ്രസൻറ്റേഷൻ നടത്തും. ഞങ്ങൾ എന്താണ് പഞ്ചായത്ത് രാജ് എന്നും, പഞ്ചായത്ത് രാജ് ഒരു വലിയൊരു വീണ് കിട്ടിയ ഭാഗ്യം. ഈ ഫിനാൻസ് കമ്മീഷൻ ഒരുപാട് പൈസ പഞ്ചായത്തിന് കൊടുത്തു. സഡൻലി 2 lakh crore ഗ്രാമപഞ്ചായത്ത്സ് ഓഫ് ഇന്ത്യയെ കൊടുത്തത്, പുട്ടിങ് ഫിനാൻസ് കമ്മീഷൻ. ദാറ്റ് ഇസ് 1 day after I joined. 1 day after I was posted, ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തു. സോ വി സോട്ട് ലെറ്റ് us യൂസ് ദറ്റ് ഓപ്പർച്യൂണിറ്റി. വി ഷുഡ് നോട്ട് കൺട്രോൾ പഞ്ചായത്ത്സ്. കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അന്ന് കൺട്രോൾ ചെയ്യാൻ ഒക്കത്തില്ല. ഈ ഫണ്ട് ഹാസ് ടു ഗോ ടു ദ പഞ്ചായത്ത്, അത്രയേ ഉള്ളൂ. സ്റ്റേറ്റിന് പോലും എടുക്കാൻ ഒക്കത്തില്ല. ദെൻ ഞങ്ങളുടെ അനുഭവങ്ങളും കൂടുതലും കേരള അനുഭവം വെച്ചിട്ട് ദെൻ ടു എവറി സ്റ്റേറ്റിൻ്റെ കൺസെൻറ്റ് വാങ്ങിക്കണമല്ലോ. സോ വിത്തൗട്ട് എ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡിസിഷൻ ഓൺ ഫൈൽ ഓർ എ ഡയറക്ഷൻ, ഇന്ത്യയിലുള്ള അന്ന് 29 സ്റ്റേറ്റാണ്. 29 സ്റ്റേറ്റും ഡിസൈഡഡ് ടു ഡു ദിസ് പീപ്പിൾസ് പ്ലാൻ വാക്ക് ഉപയോഗിച്ചില്ല. വി കോൾ ഇറ്റ് GPDP, ഗ്രാമപഞ്ചായത്ത് ഡെവലപ്മെൻറ്റ് പ്ലാൻ. എല്ലാവരും എഗ്രി ചെയ്തു വരുന്നത്. ഇപ്പോഴും അത്ര ശരിയൊന്നും ആയിട്ടില്ല. കാരണം 2,60,000 പഞ്ചായത്ത് ചില്ലുവാനം പഞ്ചായത്തുണ്ട്. അപ്പോൾ എല്ലാ സ്റ്റേറ്റും പോയി കണ്ടു. അതൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കഥ എഴുതാൻ പറ്റുന്ന ഒരു കഥ ഇതാണ്. പക്ഷെ അത്രയ്ക്ക് അതൊരു ഇതുള്ള ഫോർ എക്സാമ്പിൾ ചില സ്റ്റേറ്റിൽ ഓൺലി CM ക്യാൻ ഡിസൈഡ്, ചില സ്റ്റേറ്റ്സിൽ മിനിസ്റ്റേഴ്സ് ക്യാൻ ഡിസൈഡ്. അപ്പം ഓരോന്നും ചൂസ് ചെയ്ത് ഓരോ സ്റ്റേറ്റിനും ഒരു സ്ട്രാറ്റജി ഉണ്ട്. UP നോബഡി ക്യാൻ ഡിസൈഡ്. അന്നത്തെ UP അഖിലേഷ് യാദവ് വാസ് CM. അദ്ദേഹം ഇത് ഡിസൈഡ് ചെയ്യില്ല. എന്ത് ചെയ്യുന്നതാണ് സംബഡി സെഡ് UP ചീഫ് സെക്രട്ടറി ക്യാൻ ഡിസൈഡ്. അപ്പോൾ UP ചീഫ് സെക്രട്ടറിയെ കണ്ട് അദ്ദേഹത്തിന് പോയി സംസാരിച്ച് ഇതൊക്കെ മനസ്സിലാക്കി സമ്മതിച്ചിട്ട് UP അങ്ങനെ പോയി. ബീഹാറിൽ they said only നിതീഷ് കുമാർ can decide. Minister is probably. So നിതീഷ് gave me an appointment. 25 മിനിറ്റ് അദ്ദേഹമായിട്ട് സംസാരിച്ചു. ഇംഗ്ലീഷിൽ തന്നെ സംസാരിച്ചു. ഈസ് എൻ എഞ്ചിനീയർ. അപ്പം അദ്ദേഹം ബീഹാറിൽ തന്നെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുറേ സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുത്തു. ഈ കോൾ ദിസ് ഡെവലപ്മെൻറ്റ് കമ്മീഷൻ and said we should implement. Of course it took 3-4 years before they implemented. Then another interesting thing is our Odisha's chief minister. He doesn't talk. Very 2-3 sentences പറയത്തുള്ളൂ. സോ അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഐ ന്യൂ ഹി വിൽ ടോക്ക് ഓൺലി ഫോർ 3 months. 5 minutes എന്ന് ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ 2 മിനിറ്റിൽ ഐ ടോൾഡ് ഹിം വാട്ട് ഒഡീഷ വിൽ ഗെയിൻ ഇഫ് യു ഡു ദിസ് പഞ്ചായത്ത് ലെവൽ പ്ലാനിങ്. ബേസിക്കലി പഞ്ചായത്ത് ലെവൽ പ്ലാനിങ്. അപ്പോൾ പുള്ളിയുടെ ചീഫ് സെക്രട്ടറി, പഞ്ചായത്ത് രാജ് സെക്രട്ടറി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു. ഹി ജസ്റ്റ് സ്മൈൽഡ് ആൻഡ് സെഡ് വി വിൽ ഡു. ദാറ്റ്സ് ഇനഫ്. പിന്നെ ഒന്നും സെക്രട്ടറി അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അതിലാണ് മമത തരൂല. ഇഫ് ഐ ഗോ ആൻഡ് സേ ഡൽഹി ഷീ വിൽ ത്രോ മീ ഔട്ട്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദറ്റ് റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്റ്റർ. Rural Development Minister was a very famous person. He was Calcutta mayor in 1975. ഇപ്പോൾ മരിച്ചു പോയി suddenly, but and he was the person from Congress who mentored Mamta as a young Chhatrapati Parishad girl. He was 74 she would have not have been born, perhaps.
അപ്പം പുള്ളി ഈസ് ദ ഓൺലി പേഴ്സൺ ഹൂ കുഡ് കോൾ ഹർ ബൈ നെയിം മമത. ബാക്കിയെല്ലാം ദീദിയും അങ്ങനെയൊക്കെ വിളിക്കത്തുള്ളൂ. ഇവരും ഇതേ മതം തന്നെ വിളിക്കത്തുള്ളൂ. അപ്പം വി ഹാഡ് വെരി ഗുഡ് friendship just because I sorted out a major issue without looking at politics due to Jairam Ramesh. So I went and met him and said, he said, no, I'll manage. So he managed. Bengal would have been good. Then Tamil Nadu Jayalalitha I cannot meet. Tamil Nadu, the secretary did very well. He convinced her it is a good program, and Tamil Nadu was BJP, this thing. So they didn't have that political thing. Mamata was against everybody. Mamata could have, അങ്ങനെ ഈ politics നോക്കണം, ഇത് നോക്കണം. പിന്നെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, I had to meet the CMs.